ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നോമ്പ് കാലത്തല്ലേ ഈ എക്സാമൊക്കെ വരുന്നത്. നോമ്പ് പ്ലസ് എക്സാം ഇസ് ഈക്വൽ ടു കഷ്ടപ്പാട് തന്നെയാണ്. അങ്ങനെ ഏതായാലും ഉമ്മച്ചി ഞങ്ങളെ അത്താഴത്തിന് വിളിച്ചു. അയാളും നീക്കുന്നുണ്ട്. നോമ്പ് നിൽക്കുന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ഇല്ല, എന്തായാലും നീച്ചോട്ടെ. അങ്ങനെ ഏതായാലും ഞങ്ങൾ അത്താഴം കഴിക്കായിരുന്നു. ഇന്ന് പിന്നെ കഞ്ഞിയും ചമ്മന്തിയാണ് ഞങ്ങൾ ഫേവറേറ്റാണ്. കഞ്ഞിയും ചമ്മന്തിയും ചോറിനെക്കാട്ടും ഇഷ്ടം കഞ്ഞിയാണ്. പിന്നെ ഈ ചൂടത്ത് കഞ്ഞിയാണ് നല്ലത്. കഞ്ഞിയാകുമ്പോൾ വെള്ളം നല്ലോണം ചെല്ലൂല. അപ്പോൾ തന്നെ ഞങ്ങൾ ഒച്ചയായിട്ടാണ് പിന്നെ റൂമിൽ നീച്ചു. അപ്പോൾ ഓൾക്ക് നീച്ചാൽ കുറച്ച് കുറുമ്പാണ്. അപ്പോൾ പിന്നെ ഓളമ്മച്ചി കഴിച്ചുറക്കി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാങ്ങി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഇറങ്ങി. ഈ മുമ്പ് കാണുന്നത് തന്നെയാണ് ഞങ്ങൾ പള്ളി. പിന്നെ പള്ളി വിട്ട് കഴിഞ്ഞാൽ വന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഖുർആൻ എടുത്തു പോയി. അതായത് കുറച്ച് പഠിച്ചാനുണ്ട്. അപ്പോൾ ഖുർആൻ എടുത്ത് പോയി കഴിഞ്ഞിട്ട് പഠിച്ചാൽ വിചാരിച്ചു. ഖുർആൻ എടുത്ത് പോയി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് ബുക്ക് എടുത്ത് പഠിച്ചു. നാളെ സോഷ്യൽ സയൻസ് ആണ്, അപ്പോൾ അത് പഠിച്ചു. തറാവി കിട്ടാന്നാൽ പിന്നെ പഠിക്കണ പരിപാടിയില്ല. അപ്പം ഇങ്ങോട്ട് ഉറങ്ങിയാലോ എന്നുള്ളൊരു ചിന്തയാണ്. ചിലപ്പം തറാവി 16-20 ഫുള്ളാക്കല്ല, 16 നീച്ചാണ്ട് പോരും. ഉറക്കം വന്നിട്ട് ഒന്നിനും തോന്നണില്ല. അപ്പോൾ നേരെ ഒന്നാണ് കിടക്കലാ. പിന്നെ രാവിലെ ഈ ബുക്കൊന്നും എടുത്തു നോക്കലാ, എന്തെങ്കിലുമൊക്കെ പഠിച്ചണ്ടേ, എഴുതിയൊക്കണ്ടേ. പിന്നെ ഉറങ്ങി നീച്ചലാണ് അടുത്ത ടാസ്ക്. നല്ല ഉറക്കം കിട്ടി വരുമ്പോഴേക്കാരം സ്കൂളിൽ പോകാനുള്ള ടൈം ആവട്ടെ. നീച്ചതാണ് പിന്നെയും ഞാൻ ഈ ചേരലിടുന്നാണ്ടൊന്ന് ഉറങ്ങാൻ. ഈ ഉറക്കം തെളിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഏതായാലും ഞാൻ കുളിക്കാൻ കഴിയും, അല്ല പിന്നെ വേറെ വഴിയല്ലോ. ഇനി അടുത്ത് പോയി അയാൻ്റാണ്. ഓനും എൻ്റെ പയർ തന്നെ നീച്ച് നിന്നാണ് ഇപ്പോൾ കിടക്കുക. ഓനെ അവർക്കും ശരിക്കും ശരിയായിട്ടില്ല. ഓനും കുളിമുറിൻ്റെ അവിടെ നിന്നാണ് ഉറങ്ങി തൂങ്ങുക. ഞാൻ പറഞ്ഞില്ല നോമ്പ് വിൽക്കൂലെന്ന്. ഓനക്ക് ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടായി, അത് ഞാൻ തിന്നു വെച്ചിട്ട് ഓനക്ക് ഇന്ന് രാവിലെ തന്നെ ഓനക്ക് വേണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ സ്കൂളിൽ വന്നിട്ട് ഞാനത് തിന്നാലോ, ബേജാറാണ് ഓനക്ക്. ഇത് ഞങ്ങളെ വീട്ടിലുള്ള സ്ഥിരം കസ്റ്റമറാണ്. കസ്റ്റമറിൻ്റെ വിക്രസണ്ടില്ലേ, പൂച്ചനെ ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പക്ഷേ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ അല്ല. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചേൻ്റെ രോമം ഭക്ഷണത്തിലായ വയറുവേദന മാറില്ല. അത് എൻ്റെ അമ്മ അതേപടി സ്വീകരിച്ചു പോകും. പിന്നെ ഇവളാണ് ഞങ്ങൾ വീട്ടിൽ കോഴിക്കൊക്കെ പുറത്തേക്ക് വിടുന്ന ആള്.
ഞങ്ങൾ കൂട് അടച്ചാലും ഓള് തുറന്നാണ് കൊണ്ടുവിടും. അങ്ങനെ ഏതായാലും ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ വന്നു. ഞങ്ങൾക്ക് ഉണ്ടാക്കും പരീക്ഷ ആയതുകൊണ്ട് ഒപ്പമാണ് സ്കൂളിട്ട് വൈകുന്നേരക്ക്. ഓനക്ക് പിന്നെ എന്തെങ്കിലും തല്ലുണ്ടാക്കിയില്ലെങ്കിൽ ഒരു പൊറുതേടാണ്. ഓൻ എന്ത് തല്ലുണ്ടാക്കിയാലും ചീത്ത നമ്മക്ക് തന്നെ. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കിടന്നു. പിന്നെ ഉറങ്ങി നിസ്കാരം കഴിഞ്ഞ ശേഷം എന്നോട് കടയിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഓളെ കൊണ്ടുപോയില്ലെങ്കിൽ ഓൾ കരച്ചിലാണ്. ഇതിപ്പോൾ ഇറങ്ങാൻ നോക്കുകയാണ് ഞാൻ കൊണ്ടുപോകാനിട്ട്. പിന്നെ നോമ്പറക്കാൾ ടൈമായി. ഇന്ന് മാംഗോ ജ്യൂസാണ്. ജ്യൂസ് അടിച്ചത് ഞാനാണ്. ഇന്ന് പൊരിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉമ്മച്ചി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റൂമോള് അതിൻ്റെ ഇടയ്ക്ക് വീണു. അപ്പോൾ ഓളെ കുറുമ്പ് ഇതായതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ എന്നൊന്നും പോലും ഉണ്ടാക്കലില്ല ചേട്ടാ, ഇടയ്ക്കിടയ്ക്കൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഓൾ ഞങ്ങൾ മേത്തേക്ക് ജ്യൂസ് മറിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് മാറ്റിയാണ് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയതിനു ശേഷം ഞങ്ങൾ വന്ന് ചായ അടിച്ചു. ഇന്ന് മക്രൂണി ഒന്നു. ഞങ്ങൾക്ക് രണ്ടാം നല്ല ഇഷ്ടമാണ് മക്രൂണി. ചായ കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും തറാവിക്ക് പോയി. ഇന്ന് പിന്നെ തിരക്കൊന്നും ചേട്ടാ. ഇന്ന് പിന്നെ ഓൻ ഫസ്റ്റ് എത്തിയോണ്ട് പിന്നെ മറ്റേ ഞാൻ ഇന്ന് മുമ്പ് ചാടി ഓൻ തിരക്കല്ലേ. ഇന്ന് പകൽ ഉറങ്ങിയോണ്ട് പിന്നെ രാത്രി ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇന്ന് പഠിച്ചു. എനിക്ക് നാളെ ഹിന്ദിയാണ്. എനിക്ക് നാളെയാണ് അവസാനത്തെ പരീക്ഷ. അവനക്ക് ഇന്ന് തന്നെ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് അവൻ കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞാണ്ട് ഉറങ്ങാൻ പോയേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.